السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകകൾ അനുധാവനം ചെയ്ത് ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണമെന്നും ഞാൻ എന്നോടെന്ന പോലെ എൻ്റെ സഹോദരന്മാരെയും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലതു മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മാർഗദർശനത്തിന് വേണ്ടി നിയോഗിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വീണ്ടും അവിടുത്തെ ജന്മമാസവുമായി ബന്ധപ്പെട്ട് മുന്നോടിയായി ലോകമെമ്പാടും സജീവമായി അനുസ്മരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിലോ ദിവസത്തിലോ അനുസ്മരിക്കുക എന്നതിലപ്പുറം ജീവിതത്തിലുടനീളം എപ്പോഴും ഓർമ്മിക്കുകയും ആ ജീവിതത്തെ പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് മുമ്പിലാക്കിക്കൊണ്ട് പിന്നാലെ നടക്കുകയും ചെയ്യുന്ന ഒരു സജീവമായ ഒരു സ്മരണയും ഒരു പിൻപറ്റലും ഒക്കെയാണ് അതിലുള്ളത്. കൂടുതലായി അനുസ്മരിക്കാൻ ഈ സന്ദർഭങ്ങൾ നമുക്ക് സഹായകമാണ് എന്ന നിലയിൽ ഈ മാസത്തിൽ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, അവിടുത്തെ ആഗമനത്തെ എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരൊക്കെ തന്നെ ഇങ്ങനെ ഒരു പ്രവാചകൻ വരും എന്ന് പ്രവചിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ്. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിലൂടെ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ മാർഗദർശനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ പൂർത്തീകരണം പിൽക്കാലത്ത് നടക്കേണ്ടതുണ്ട് അന്ത്യപ്രവാചകനിലൂടെ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ചിട്ടുള്ള സത്യവാർത്തകൾ, സുവിശേഷങ്ങൾ മുൻകാല പ്രവാചകന്മാർ നടത്തിയതായി, ജനങ്ങൾക്ക് മുമ്പിൽ അറിയിച്ചതായി പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫിൽ കാണാം, വഇദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനി ഇസ്രായീൽ, മറിയമിന്റെ പുത്രൻ യേശു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, അല്ലയോ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ അല്ലാഹുവിന്റെ ദൂതനാകുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവദൂതനായി, പ്രവാചകനായി ആഗതനായിരിക്കുന്നു. ഏതവസ്ഥയിലാണെന്ന് അറിയുമോ? ഒരു പുത്തൻ വർത്തമാനവുമായി വന്നതല്ല,
ഞാൻ വന്നത് എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിന്റെ തൗറാത്ത്, അദ്ദേഹത്തിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്തിന്റെ വൃത്താന്തങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല ഞാൻ വരുന്നത് മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്റെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ കടന്നു വന്നു എന്നതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ പ്രവാചകനോട് എനിക്ക് ബാധ്യതയുണ്ട് എന്നതുപോലെ ഇനി വരാനുണ്ട് ഒരാള്. ഒരു റസൂലിനെ പറ്റി അഹ്മദ് എന്ന പേരിൽ എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, ഒരു ദൂതനുണ്ട് അള്ളാഹുവിന്റെ. ആ ദൂതനെ കുറിച്ചിട്ടുള്ള സുവിശേഷം, സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. സഹോദരന്മാരെ, ആ നിലയിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുൻവേദത്തെ, പ്രവചനത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് വന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള ഒരു സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ഈ പ്രസ്താവന പരിശുദ്ധ ഖുർആൻ നടത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ മുൻവേദങ്ങളുടെ വർത്തമാനകാല ശേഷിപ്പായി ഉള്ള, കാലഹരണപ്പെട്ടിട്ടുള്ള, കൈകടത്തപ്പെട്ടിട്ടുള്ള ബൈബിളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അതിലിപ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തിരുത്തപ്പെടാതെ കിടക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ബൈബിളിലെ പഴയ നിയമം 18:18 നമുക്ക് കാണാം, ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ ഉയർത്തിക്കൊണ്ടുവരും. മോശയെ പോലെ ഒരു പ്രവാചകനായിരിക്കും അത്. ഞാൻ എൻ്റെ വാക്കുകൾ അവന്റെ വായിൽ നിക്ഷേപിക്കും എന്ന് പറയുന്ന ഒരു പരാമർശം കാണാം. ഇങ്ങനെ പല പ്രസ്താവനകളും ബൈബിളിൽ കാണാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ. ഇവിടെ അവരുടെ സഹോദരന്മാരിൽ നിന്നെന്ന് പറയുമ്പോ, അവരുടെ സഹോദരന്മാരിൽ നിന്നെന്ന് പറയുമ്പോ ബനൂ ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രവാചകനല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖിലൂടെ വന്നവരാണ് ബനൂ ഇസ്രായേലികളെങ്കിൽ, നേരെ മറുവശത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ, അവരുടെ സഹോദരന്മാരുടെ യശ്മേലികളിലൂടെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പുത്രപരമ്പരയിലൂടെ, ആ പാരമ്പര്യത്തിലാണ് ആ പ്രവാചകൻ വരിക എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ 40ാമത്തെ തലമുറയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതെന്ന് നമുക്ക് അവിടുത്തെ പാരമ്പര്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ആ അർത്ഥത്തിൽ തൗറാത്ത് പരാമർശിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ ബൈബിളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത ഭാഗമാണിതെങ്കിൽ, അവിടുത്തെ ആ പ്രവചന പ്രകാരം അവരുടെ സഹോദരന്മാരിൽ നിന്ന് എന്നുള്ള പ്രയോഗം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് എന്ന് കൃത്യമായി അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വരുന്ന പ്രവാചകൻ മോശയെപ്പോലെ ഒരു പ്രവാചകനായിരിക്കും എന്ന് ബൈബിൾ പ്രവചിക്കുമ്പോ, മോശയെപ്പോലുള്ള ഒരു പ്രവാചകനല്ല യേശു എന്നതും വ്യക്തമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസാ നബി അലൈഹിസ്സലാം അഥവാ മോശ എന്ന് ബൈബിൾ പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ സമാനതകൾ ധാരാളമാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം മോശയും ഈസാ യേശുവും തമ്മിലുള്ള സമാനതകൾ താരതമ്യേന കുറവാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം മൂസാ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നോക്കുമ്പോ സാധാരണ ജന്മമാണ് ഇരുവർക്കും. മാതാപിതാക്കളുടെ പുത്രനായിട്ടാണ് പിറന്നത്. യേശു ഒരിക്കലും മോശയെ പോലെയല്ല,
അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള ഒരു ജന്മമല്ല, അസാധാരണമായ ജന്മമാണ്. പിതാവില്ലാതെയാണ് ജനിക്കുന്നത്. അതേപോലെ മോശയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർക്ക് കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഇണകൾ ഉണ്ടായിട്ടുണ്ട്, കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ യേശുവും മോശയും തമ്മിൽ സമാനതകളില്ല. എന്നാൽ മോശയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലാണ് സമാനതകൾ ഉള്ളത്. അതുപോലെ മോശയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ രാഷ്ട്രീയമായ വിമോചനത്തിന് വേണ്ടി ശ്രമിച്ചവരാണ്. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടിച്ചമർത്തപ്പെട്ട ഇസ്രായേലി ജനവിഭാഗത്തെ ഏകാധിപതിയും അക്രമിയുമായ ഫിർഔനിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ബൈബിളിന്റെ ഭാഷയിൽ കാനാൻ ദേശത്ത് എത്തിച്ച പ്രവാചകനാണ്. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗം പിന്നീട് പലായനം ചെയ്യുകയും ആ ജന്മനാടിനെ വീണ്ടെടുക്കുകയും മക്ക ഫതഹിൽ ആ നാടിനെ പൂർണ്ണമായും വിമോചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വമ്പിച്ച ഒരു ജനവിഭാഗത്തെ മോചിപ്പിച്ച പ്രവാചകനാണ്. രാഷ്ട്രീയ വിമോചനം സാധ്യമാക്കിയ പ്രവാചകനാണ്. ആ അർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ സമാനതകൾ കാണാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഈ അർത്ഥത്തിലെല്ലാം ബൈബിൾ പറയുന്ന പ്രവചന പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ബൈബിൾ പ്രവചിച്ച പ്രവാചകൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ വായിൽ നിക്ഷേപിക്കും എന്റെ സംസാരം, എന്റെ വചനങ്ങൾ വായിൽ നിക്ഷേപിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോ സ്വന്തമായി സംസാരിക്കുന്ന പ്രവാചകനല്ല. ബൈബിളിന്റെ വേറൊരു ഭാഗത്ത് തന്നെ കാണാൻ കഴിയും, സ്വന്തമായി സംസാരിക്കാതെ കേൾക്കുന്നത് സംസാരിക്കുന്ന പ്രവാചകനായിരിക്കുമെന്ന്. സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് സംസാരിച്ചയാളല്ല, അല്ലാഹുവിൽ നിന്ന് കേട്ടത് മാത്രം സംസാരിച്ച പ്രവാചകനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കുകയില്ല അദ്ദേഹം, മറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് പടച്ചവനിൽ നിന്ന് കേട്ടത് മാത്രം, വെളിപാട് ആയിട്ട് കിട്ടിയത് മാത്രമാണ് സംസാരിക്കുക എന്ന് പരിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. ആ അർത്ഥത്തിലെല്ലാം ഇവിടെ ബൈബിൾ പ്രവചന പ്രകാരം പോലും വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് വ്യക്തമായി ആ പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ നോക്കുമ്പോ ഇവിടെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നിർവഹിച്ചുകൊണ്ട് അവിടെ നിൽക്കക്കള്ളിയില്ലാതെ മറ്റൊരിടം തേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഖദീജ റളിയല്ലാഹു തആല അൻഹയും അതുപോലെ അബൂ ത്വാലിബും ഒക്കെ ലോകത്തോട് വിട പറഞ്ഞു പോയി. സംരക്ഷണമില്ലാതെ പകരം എവിടെയാണ് സംരക്ഷണം നൽകാൻ പറ്റുന്ന ഇടമുള്ളത് എന്ന് നോക്കിക്കൊണ്ട് നബി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആമുൽ ഹുസ്നിൽ ദുഃഖവർഷം എന്നറിയപ്പെടുന്ന നബുവത്തിന്റെ 10ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് സംരക്ഷണം തേടി പോയി. കല്ലേറുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിഷേകം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഴിഞ്ഞുകൂടുന്ന കാലത്താണ് മദീനയിൽ നിന്ന് 6 പേര് അവിടെ തീർത്ഥാടനത്തിന് വേണ്ടി വരുന്നത്, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ ആളുകൾ തവാഫ് കഴിഞ്ഞതിന് ശേഷം നബി അവരുമായി കൂടിക്കാഴ്ച നടത്തി. നബുവത്തിന്റെ 11ാമത്തെ വർഷം തവാഫ് ചെയ്ത ശേഷം അവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് അവർക്ക് മദീനയിൽ നിങ്ങൾക്ക് എനിക്കും എന്റെ സമൂഹത്തിനും മുസ്ലിങ്ങൾക്കും സംരക്ഷണം നൽകാൻ കഴിയുമോ എന്ന ആലോചനകൾ നടത്തുകയാണ്. ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ തിരിച്ചു മടങ്ങിപ്പോയി. എന്നിട്ട് പിറ്റേ വർഷം നബുവത്തിന്റെ 12ാമത്തെ വർഷം അവർ വരുന്നുണ്ട്. 12 പേരുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ അവർ ഇരുത്തി വിശദമായി ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രവാചകനും സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുന്നുണ്ട്. അവരോട് പറയുമ്പോ അവർ പരസ്പരം നടത്തിയ ഒരു സംഭാഷണമുണ്ട്. അപ്പോൾ ഈ പ്രവാചകനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ജൂതന്മാർ യഹൂദികൾ പറയുന്നത്, ആ പ്രവാചകൻ വന്നോട്ടെ, അപ്പോൾ നിങ്ങൾക്കെതിരെ ഞങ്ങൾ വിജയിച്ചു കാണിച്ചു തരാമെന്ന്. പരിശുദ്ധ ഖുർആൻ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്.
പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി. വകാനൂ മിൻ ഖബ്ൽ, അതിനു മുമ്പ് അവരായിരുന്നു, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, സത്യനിഷേധികൾക്കെതിരെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രവാചകൻ വരുന്നതിനെ കുറിച്ച്, ആ പ്രവാചകൻ വരുന്നതോടുകൂടി അവർക്ക് വിജയമുണ്ടാകും, അങ്ങനെ ഒരു വിജയത്തിന്റെ സുവിശേഷം അവർ അറിയിച്ചിരുന്നു. അവർ അതിനെ തേടിക്കൊണ്ടിരുന്നു, അവർക്കെതിരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതായത് ഔസ് ഖസറജ് ഉൾപ്പെടെയുള്ള ഗോത്രങ്ങൾ, അറബ് ഗോത്രങ്ങൾ മദീനയിലെ ജൂതന്മാരുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോ, അവിടുത്തെ മദീനയിലെ ജൂതന്മാർക്ക് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇവര് പറയുന്ന ഒരു ഭീഷണിയായിരുന്നു, ഞങ്ങളുടെ ആ പ്രവാചകൻ ഇങ്ങോട്ട് വന്നോട്ടെ, ആ പ്രവാചകനുമായി ചേർന്ന് നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളെ കീഴടക്കും, പരാജയപ്പെടുത്തും, ആ നീതിയുടെ പ്രവാചകൻ വന്നോട്ടെ എന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു. പക്ഷേ ആ ആ പ്രവാചകൻ വന്നപ്പോ ഇവർ മനസ്സിലാക്കിയില്ല ഇതാണ് ആ പ്രവാചകൻ എന്ന്. എന്നിട്ട് ആ പ്രവാചകനെ നിഷേധിക്കുകയാണ് ആ ജൂതന്മാർ ചെയ്തത്. സഹോദരന്മാരെ, അപ്പൊ ഇവിടെ ഈ ഔസ് ഖസറജ് ഗോത്രങ്ങളിൽ നിന്നുള്ള ഏതാനും ചില ആളുകൾ, 10-12 ആളുകൾ മദീനയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള സംഭാഷണം നടത്തുന്നു, ചർച്ച നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് വെക്കുന്നത്, ഈ ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളും മദീനയിലുള്ള ആളുകളും ചേർന്ന് ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യണം. മക്കയിൽ ഇത് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് തമ്മിൽ പറഞ്ഞൊരു വർത്തമാനം ഇതാണ്, അപ്പൊ നമുക്ക് ആ ജൂതന്മാർ ഈ പ്രവാചകനെ വിശ്വസിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ പ്രവാചകനെ വിശ്വസിക്കാം, നമുക്ക് അവർക്കെതിരെ ഈ പ്രവാചകനെ കൊണ്ട് നമുക്ക് വിജയം നേടാം എന്നാണ്. മറ്റൊന്നവര് പറഞ്ഞത്, പ്രവാചകനോട് പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ വലിയ ഗോത്ര യുദ്ധങ്ങളാണ്, ഇതെല്ലാം താങ്കൾ അങ്ങ് വരുന്നതോടുകൂടി ഞങ്ങൾക്കിടയിൽ ഒരു ഐക്യവും വിജയവും ഒക്കെ ഉണ്ടായിത്തീരും, അതുകൊണ്ട് വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. പിറ്റേ വർഷം അവർ 72 ആളുകളുമായിട്ടാണ് വരുന്നത്. അവരുടെ ആ 12 അംഗ സംഘത്തിന്റെ നേതാവായി നിശ്ചയിച്ചു കൊടുത്തു. ഒരു കൊല്ലം മദീനയിലെ കുടിലും കൊട്ടാരത്തിലും ഒക്കെ കയറി ഇറങ്ങി ഇസ്ലാമിനെ പ്രചരിപ്പിച്ച് അങ്ങനെ 72 ആളുകളാണ് പിറ്റേ വർഷം നുബുവത്തിന്റെ 13ാമത്തെ വർഷത്തിൽ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയാം. അപ്പൊ അവരുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാട്ട പ്രതിജ്ഞയിൽ ഏർപ്പെടുന്നതും പിന്നീട് മദീനയിലേക്ക് പോകുന്നതുമൊക്കെയായ സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ മുൻ കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ കഥകൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ തന്നെ അവർക്ക് നിലവിൽ അവർ ജീവിക്കുന്ന ഒരു സാമൂഹികമായ സ്ഥിതിവിശേഷത്തിൽ ഇത് നമ്മളെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു പരിപാടിയല്ല. അവർ അനുഭവിക്കുന്ന ബഹുദൈവത്വപരമായ അക്രമങ്ങളും അന്ധവിശ്വാസങ്ങളും അനീതികളും ഗോത്രയുദ്ധങ്ങളും അതുപോലെ തന്നെ ലഹരിയുടെ പേരിലുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളും ഏകാധിപതികൾ നടത്തുന്ന അക്രമങ്ങളും അനീതികളും ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും പൊറുതിമുട്ടിയ ജനവിഭാഗം അവരുടെ പൗരാണികമായ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് പറഞ്ഞു കേട്ടതനുസരിച്ച് അവർ ആശ്വസിക്കുകയായിരുന്നു, ആ പ്രവാചകൻ വന്നോട്ടെ, ആ പ്രവാചകൻ വന്നോട്ടെ. അങ്ങനെ കാത്തിരുന്ന ഒരു കാലം തേടുന്ന പ്രവാചകനാണ് അവരുടെ മുമ്പിലേക്ക് ആഗതനായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി ഒരു പ്രവാചകനും വരാനില്ല, നമുക്കൊരു പ്രവാചകൻ ഇനി വരാനില്ല. അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞു. പക്ഷെ ആ പ്രവാചകൻ നമ്മളെ ആ പ്രവാചകത്വത്തിന്റെ അമാനത്ത്, ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കാലവും പ്രവാചകനെ തേടുന്നുണ്ട്. ഈ കാലവും ഒരു പ്രവാചകനെ, ഒരു വിമോചകനെ കാത്തിരിക്കുന്നുണ്ട്. അന്നത്തെ പോലെയല്ല ഇന്ന് ആഗോളതലത്തിൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അന്നത്തെ പോലെ ഒരു ഇസ്രായേൽ ജനവിഭാഗത്തിലേക്ക് വന്ന പ്രവാചകനല്ല, അന്നത്തെ പോലെ ഒരു സമൂത് ഗോത്രത്തിലേക്ക് വന്ന ഒരു പ്രവാചകനല്ല.
അന്നത്തെ പോലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിലേക്ക് വന്ന പ്രവാചകനല്ല ഇത് അന്ത്യനാൾ വരെ വരുന്ന ജനവിഭാഗങ്ങൾക്ക് സമഗ്രമായി സമൂലമായി അവരെ നയിക്കാൻ പറ്റിയ സാർവത്രികമായ സർവലോക പ്രവാചകനാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ ഭൂഗോളത്തിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയിൽ ഈ പ്രവാചകനെ നമുക്ക് കാണാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയണം. നമ്മുടെ ജനങ്ങൾക്ക് കാലം തേടുകയാണ്, നമ്മുടെ ജനങ്ങൾ തേടുകയാണ് അവരുടെ മനോമുഖരങ്ങളിൽ എന്ത്, ഇതിനൊക്കെ ഒരു പ്രവാചകൻ വന്നോട്ടെ എന്നല്ല അവർ പറയുക. ഉദാഹരണമായി അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടാകുമ്പോ അവരുടെ ഉള്ളിൽ നിന്ന് തേടുന്ന തേട്ടം എന്താ? വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. അക്രമങ്ങൾക്കും അനീതികൾക്കുമെല്ലാം ഇരയാക്കപ്പെട്ട് മർദ്ദിതരായി കിടക്കുന്ന ജനവിഭാഗങ്ങൾ അവരുടെ ആണും പെണ്ണും കുട്ടികളും പുരുഷന്മാരും ഒക്കെ വിളിച്ചു പറയുന്നത് എന്താ? യഖൂലുന റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. അക്രമികളുടെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. നിന്റെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷകനെ, ഒരു സഹായിയെ തരണമേ എന്ന്. ഒരു വലിയനെ, ഒരു രക്ഷകനെ, ഒരു നസീറിനെ, ഒരു സഹായിയെ തരണമേ എന്ന് ജനങ്ങൾ വിളിച്ചു വിലപിക്കുകയാണ്. മർദ്ദിതരായി കിടക്കുന്ന അക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന ഫലസ്തീനിലെ ഗസ്സയിലെ അവിടെയുള്ള ജനവിഭാഗങ്ങൾ ഈ നിലവിളി ഉയർത്തുന്നുണ്ട്. ഞങ്ങൾക്കൊരു രക്ഷകനെ തരൂ, ഞങ്ങൾക്കൊരു സഹായിയെ തരൂ എന്ന്. മ്യാൻമറിലും ഇത് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉയരുന്നുണ്ട്. മർദ്ദകരാൽ അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതർ യുദ്ധഭൂമികളിൽ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അന്യായമായി ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ, നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ ആളുകളും വിളിച്ചു വിലപിക്കുന്നുണ്ട്, പടച്ചോനെ ഒരു രക്ഷകനെത്താ, ഒരു സഹായിയെത്താ എന്ന്. കടക്കണികളിൽ അകപ്പെട്ടിട്ട് ജീവൻ ഹോമിച്ചാലോ ആത്മഹത്യ ചെയ്താലോ എന്നിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും ഇങ്ങനെ ഒരു നിലവിളി നടത്തുന്നുണ്ട്. പടച്ചോനെ എന്താണ് വഴി? ഒരു സഹായി എവിടെ? ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ? എന്ത് വഴിയുണ്ട്? ബിസിനസ്സുകൾ തകർന്നു പോയവർ, ഉപജീവനത്തിന്റെ വഴികൾ മുട്ടിപ്പോയവർ നിലവിളിക്കുകയാണ്, ഒരു സഹായിയെത്താ, ഒരു രക്ഷകനെത്താ. പട്ടിണി കൊണ്ട് വലയുന്നവർ ഇതേ നിലവിളി ആവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പീഡനങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്നവർ ആരാണ്? ഞങ്ങൾക്കൊരു അത്താണി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാലും, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും, അതുപോലെ ക്ഷാമമുണ്ടായാലും, വരൾച്ചയുണ്ടായാലും ആളുകൾ വന്നിട്ട് ആവലാതി പറയും. എല്ലാത്തിനും ഞങ്ങൾ പ്രവാചകന്മാരുടെ അനുയായികൾ പ്രവാചകന്മാരുടെ അടുക്കലേക്കല്ലാതെ പ്രശ്നം തേടി എങ്ങോട്ട് പോകാനാണ്? ഇല്ല ഇല റുസുൽ എന്ന് പാട്ടുപാടി ചോദിച്ചവരുണ്ട്. അപ്പൊ ഇതേപോലെ ജനങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ കഷ്ടപ്പാടും ദുരിതത്തിന്റെയും പിന്നിൽ ഒരു തേട്ടമുണ്ട്, ഒരു നിലവിളിയുണ്ട്. ഞങ്ങൾക്കൊരു രക്ഷകൻ വേണം, ഒരു സഹായി വേണം, ഒരു ഗൈഡ് വേണം, ഒരു രക്ഷകർത്താവ് വേണം.
എന്നൊരു തേട്ടമുണ്ട്. അതിന്റെ ഉത്തരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ കേൾക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ നിന്നെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ ഇതിനുണ്ട്. അതോടൊപ്പം നിങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന പ്രവാചകനല്ല, മറ്റേതോ ഉന്നത ഗുണജാതനായി നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളല്ല. മറിച്ച് നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങളെപ്പോലെ വിശപ്പും ദാഹവുമുള്ള, നിങ്ങളെപ്പോലെ എല്ലാവിധ പ്രയാസങ്ങളും അനുഭവിച്ചു വളർന്ന, അനാഥനായി പാപ്പയില്ലാതെ ജനിച്ച 6 വയസ്സ് പിന്നിട്ടപ്പോ ഉമ്മയും നഷ്ടപ്പെട്ട് 8ാമത്തെ വയസ്സിൽ ഉപ്പാപ്പയും എല്ലാ തണലും നഷ്ടപ്പെട്ട അബൂ ത്വാലിബിന്റെ ആ പരിലാളനയിൽ ഇങ്ങനെ വളർന്നു വന്ന, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച, ദുരിതങ്ങൾ പേറിയ ആ ഒരു പ്രവാചകൻ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും ഒപ്പിയെടുത്ത് പട്ടിണി എന്തെന്നറിഞ്ഞ, വേദന എന്തെന്നറിഞ്ഞ, പീഡനം എന്തെന്നറിഞ്ഞ, തടങ്കൽ എന്തെന്നറിഞ്ഞ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് ലഖദ് ഉഖിഫ്തു ഫില്ലാ വമാ ഉഖീഫ അഹദും മിസ്ലി. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഭീഷണിപ്പെടുത്തപ്പെട്ടു, അങ്ങേയറ്റം ഭയപ്പെടുത്തപ്പെട്ടു, എന്നെ പോലെ വേറെ ആരും ഭയപ്പെടുത്തപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസ്ഥ അങ്ങനെ എല്ലാം അനുഭവിച്ചു വന്ന പ്രവാചകൻ ആര്? അതേപോലെ ലോകത്തിന്റെ വേദന മാറ്റാൻ വന്ന പ്രവാചകനാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളുടെ വേദനകൾ ഒപ്പിയെടുത്ത് നിങ്ങൾക്കൊപ്പം ജീവിച്ച പ്രവാചകനായതുകൊണ്ട് അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ പ്രവാചകന് വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. പ്രവാചകൻ അങ്ങേയറ്റം അസഹ്യമാണ്. അതിനെ ഗൗരവത്തോടെയാണ് ആ പ്രവാചകൻ കാണുന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേവലാതികൾ, പീഡനങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ ഇല്ലാതാകണമെന്ന് അങ്ങേയറ്റം അതിയായി ആഗ്രഹിക്കുന്ന പ്രവാചകനാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് റഊഫാണ്, അങ്ങേയറ്റം കൃപാലുവാണ്, റഹീമാണ് ആ പ്രവാചകൻ. അങ്ങേയറ്റം കരുണാമയനാണ് ആ പ്രവാചകൻ. അങ്ങനെയുള്ള ഒരു റസൂലാണ് നമ്മളിലേക്ക് വരേണ്ടത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? ഇനി എങ്ങനെയാണ് പിൽക്കാലക്കാരായ നമുക്ക് ആ പ്രവാചകൻ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവനും, അതിൽ അസ്വസ്ഥനാകുന്ന, ഉറക്കം കെട്ടുപോകുന്ന ആ അവസ്ഥകളിൽ ആ പ്രവാചകൻ നമ്മുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും പീഡനങ്ങളിലും പട്ടിണികളിലും എല്ലാം അസഹ്യമായി അസഹ്യതയോടെ നോക്കി നിന്ന് നമ്മളോട് സമാനുഭൂതിയും എമ്പതിയും സിമ്പതിയും പ്രകടിപ്പിക്കുന്ന ഒരു പ്രവാചകൻ എവിടെ? ലോകത്ത് അസ്തമിച്ചു പോയില്ലേ? നമുക്ക് പുരോഗതി ഉണ്ടാകണമെന്ന കാര്യത്തിൽ അത്യാഗ്രഹിയായ പ്രവാചകൻ എവിടെ? അതേ സഹോദരന്മാരെ, ആ പ്രവാചകൻ ഇനി നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ ആ പ്രവാചകൻ മാത്രമേ ഇവിടെ നഷ്ടമിച്ചിട്ടുള്ളൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളും നിലപാടുകളും ഇന്നും ജീവനിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത് നിർവഹിക്കണം. അതിനാണ് 1,10,000-ലധികം വരുന്ന സഹാബാക്കളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ വളച്ചു നിർത്തിയിട്ട് സഹാബിയോട് ചൊല്ലിക്കൊടുത്തിട്ട് ഒച്ചത്തിൽ ഒട്ടകപ്പുറത്തിരുന്നിട്ട് മുഴുവൻ ആളുകൾക്കും കേൾക്കാൻ പറ്റുന്ന നിലയിൽ കൈമാറിക്കൊടുക്കാൻ പറഞ്ഞൊരു സന്ദേശം. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഇക്കൊല്ലത്തിന് ശേഷം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല സഹോദരന്മാരെ എന്ന വിടവാങ്ങലിന്റെ വിങ്ങലുമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകൾ എന്താണ്?
ഇതേത് ദിവസമാണ്, ഇതേത് മാസമാണ്, ഇതേത് നാടാണ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഇതേത് നാടാണ്, ഏത് മാസമാണ്, ഏത് സ്ഥലമാണെന്ന് ചോദിച്ചപ്പോ സഹാബാക്കൾ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. കാരണം എന്താണ്? ഇത് നമ്മൾ വിചാരിക്കാത്ത എന്തോ മറുപടി ഇതിനുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് അവർ മറുപടി പറഞ്ഞില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് ദുൽഹജ്ജ് മാസമാണ്, ഇത് ദുൽഹജ്ജ് 10 അറഫയിലെ സംഗമമാണ്, ഇത് ഹറമാണ്, പവിത്രമായൊരു നാടാണ്. ഈ നാടിന് നിങ്ങൾ എത്രമാത്രം ഹറമിന് പവിത്രത കൽപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ? ഈ ദിവസത്തിന് നിങ്ങൾ എത്രമാത്രം പവിത്ര നൽകുന്നുണ്ട്? ഹജ്ജിന്, ദുൽഹജ്ജ് മാസത്തിന് എന്തുമാത്രം പവിത്രത കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ? ഇതേപോലെ നിങ്ങൾ ഈ സഹോദരന്മാരുണ്ട്, ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് നബി പറഞ്ഞത്, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല. അവിടെ നിൽക്കുന്നവരോട് മാത്രമല്ല ഈ സംബോധന. അതേ ഒട്ടകപ്പുറത്തിരുന്ന് വിളിച്ചു പറയുന്ന സഹാബി മാത്രമല്ല, കേൾക്കുന്നവർ ആ മഹാസമ്മേളനത്തിന്റെ അവസാനത്തെയാളും കേൾക്കുന്ന നിലയിൽ ആ ശബ്ദം കൈമാറി കൊടുക്കണമെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ലോകത്തെ മുഴുവൻ ഇത് കേൾപ്പിക്കണം എന്നാണ്. ഇത് നിങ്ങളിലൂടെ ആർക്കൊക്കെ ഇതെത്തുമോ, ഇത് എന്നിൽ നിന്ന് കേട്ടവനേക്കാൾ അതിൽ സൂക്ഷ്മതയും കാര്യഗൗരവവും പുലർത്തുന്നവൻ ചിലപ്പോ കേൾക്കുന്നവരായേക്കാം എന്ന് സഹാബാക്കൾ നിന്ന് കൈമാറി ഇവിടെ വരെ എത്തി. സഹോദരന്മാരെ, ഈ സന്ദേശം അവിടെ പറഞ്ഞത് എന്താണ്? ഈ ദിനത്തെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ ഹറമിന്റെ പവിത്രത പോലെ നിങ്ങളുടെ ജീവനും സ്വത്തും അഭിമാനവും പരമ പവിത്രമാണ് എന്നാണ്. ഈ പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ത്യവസിയത്ത് ഏറ്റെടുത്ത് ഓരോ മുഅ്മിനും മുമ്പോട്ട് പോകണം. നമ്മളെ വാപ്പ ഉമ്മ മരിക്കാൻ നേരത്ത് ഒരു കാര്യം കയ്യിൽ അമർത്തി പിടിച്ചിട്ട് നെഞ്ചത്തോട് കൈ ചേർത്ത് വെച്ചിട്ട് പറയണം, എന്റെ പൊന്നു മക്കളെ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്റെ കാലശേഷം എന്ന് പറഞ്ഞാൽ കൊക്കിയിൽ ജീവനുള്ളിടത്തോളം നമ്മളത് പാലിക്കൂലേ? അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കുകൾ, അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് നൽകിയ നിർദ്ദേശങ്ങൾ മുഴുവൻ പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ലോകത്ത് മനുഷ്യരുടെ അഭിമാനം പിച്ച് ചീന്തപ്പെടുമ്പോ, അവിടെ ജീവൻ ചവിട്ടി മെതിക്കപ്പെടുമ്പോ, കൂട്ടക്കൊലകൾക്കും തല്ലിക്കൊലകൾക്കും കലാപങ്ങൾക്കും ബുൾഡോസറിനും ഒക്കെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, സഹോദരന്മാരെ, അവിടെ നമുക്ക് അള്ളാന്റെ റസൂൽ എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂൽ നമ്മളെ വിളിച്ച് ഫലസ്തീനിലേക്ക് പോകും പോരാടാൻ. ഇന്ന് അറബികൾ ഉറക്കത്തിലാ. അമേരിക്ക വിരിച്ചു കൊടുക്കുന്ന പട്ടുമെത്തയിൽ സുഖസമൃദ്ധിയിലാണ് അറബ് രാജ്യങ്ങളൊക്കെ. ലോകത്ത് ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രവാചകൻ ഈ തേടുന്ന തേട്ടത്തിന് ഉത്തരം അള്ളാന്റെ റസൂൽ ഇറങ്ങി വന്നിട്ടല്ല ചെയ്യുക, നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത് അള്ളാന്റെ റസൂൽ നിങ്ങളത് ചെയ്യണമെന്ന്. നമ്മളത് ചെയ്തില്ലെങ്കിലേ നാളെ ചെല്ലുമ്പോ അള്ളാഹ് ചോദിക്കും. ഒരു കൊച്ചു കുട്ടി ആ ഭ്രൂണ ഹത്യ നടത്തിയാൽ, പെണ്ണിനെ ജീവനോടെ കൊന്നാൽ, ആ കൊച്ചു മോളെ എടുത്തിട്ടുള്ള മഹ്ശറിൽ ചോദിക്കും, മോളെ നീ എന്തിന്റെ പേരിലാണ് ഈ കൊല്ലപ്പെട്ടത്, എന്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കും. ഇവിടെ ദിനം പ്രതി തല്ലിക്കൊലകൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആളുകൾ. അക്രമങ്ങൾ, അന്യായങ്ങൾ, അന്യായമായ തടങ്കലുകൾ. ആര് ചോദിക്കാൻ? കുറെ കൊല്ലം കഴിയുമ്പോൾ ഇവരെയൊക്കെ അങ്ങ് വിട്ടയക്കുകയാണ്. ഇവർ നിരപരാധികളായിരുന്നു, എത്ര കൊല്ലം, 10 കൊല്ലം, 20 കൊല്ലം, 25 കൊല്ലം ജയിലിൽ കിടക്കുന്നു, എന്നിട്ട് നിരപരാധിയാണെന്ന് അറിഞ്ഞ് വിട്ടയക്കുന്നു. എന്ത് നഷ്ടപരിഹാരം? ഈ ജീവിതം ആര് തിരിച്ചു കൊടുക്കും? ഇത് എവിടെയാണ് നടക്കുന്നത്? ലോകത്ത്, നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം അക്രമങ്ങളും അന്യായങ്ങളും നടക്കുന്നു. ആരെല്ലാം വേദന കൊണ്ട് പുളയുന്നു,
അവന് വന്നതിന് എനിക്കെന്ത് എന്ന് ചിന്തിക്കാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ നേരത്ത് ഒരു ദുആ നടത്തുമായിരുന്നല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി. പടച്ചവനെ, എന്നെ ആഹരിപ്പിക്കുകയും എനിക്ക് വെള്ളം നൽകുകയും ചെയ്ത റബ്ബേ, നിനക്ക് സ്തുതി. വഖഫാനി വആവാനി. എനിക്ക് മതിയായതെല്ലാം തന്ന പടച്ചവനെ, എനിക്ക് അഭയം നൽകിയ പടച്ചവനെ. എത്രയെത്ര ആളുകളാണ് മതിയായതൊന്നുമില്ലാതെ പട്ടിണി കിടക്കുന്നവർ, അഭയമില്ലാത്തവർ, വീട് തകർക്കപ്പെട്ടവർ, യുദ്ധഭൂമികളിൽ കഴിയുന്നവർ, തടങ്കലിൽ കഴിയുന്നവർ. റബ്ബേ എന്ന് നിലവിളിച്ച് വേദനിച്ച് റബ്ബിനോട് അഭയം തേടിയിട്ടാണ് കിടന്നത്. സ്വസ്ഥമായി ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയിട്ടില്ല. എന്റെ കണ്ണുറങ്ങുമ്പോഴും എന്റെ കൽബുറങ്ങുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ദുനിയാവ് അല്പകാല ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വേദനകളെ ഒപ്പിയെടുക്കാൻ, അവരുടെ വിഷമങ്ങൾ ഒപ്പിയെടുക്കാൻ, അവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട അനുയായിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ വിരാജിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.